ചാളയും കിഴങ്ങും വെക്കണ എങ്ങനെയാണെന്ന് നോക്കാം. സിമ്പിളായിട്ട് കേട്ടോ. അതിനായിട്ട് കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ചാള എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി കുക്കറിലേക്ക് ഇടണം. കുക്കറിലേക്ക് ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. കിഴങ്ങും ചാള എടുത്ത് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ വേവിക്കാൻ. നമുക്ക് ആദ്യം തന്നെ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ലേശം മുളക് പൊടി കേട്ടോ. പേര് നമുക്ക് പച്ചമുളക് തേങ്ങ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ലേശം മുളക് പൊടി കേട്ടോ. പേര് ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം കേട്ടോ. നമ്മളെ കിഴങ്ങും ചായ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിനകത്ത് തേങ്ങ അരപ്പ് ചേർക്കാം. നമ്മൾ തേങ്ങയിൽ തേങ്ങ അരച്ചിട്ടുണ്ട്. തേങ്ങയിൽ നമ്മൾ പച്ചമുളകും പഴുത്ത പച്ചമുളകിൻ്റെ കളറ് പഴുത്ത പച്ചമുളകും ഇഞ്ചിയും 2 വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചേർത്തിട്ട് തേങ്ങ കിഴങ്ങിൽ ചേർത്തിട്ട് ഇടയ്ക്ക് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ട് നമുക്ക് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് കടുകും വേപ്പിലയും താളിച്ചിടണം. നമുക്ക് കുറച്ച് ഓയിൽ ഇടണം. കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോൾ നമുക്ക് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഇടാം. വേപ്പിലിടാം. വേപ്പിൽ കൊടുക്കാം. ഉണ്ടാക്കി കഴിക്കണം. സിമ്പിൾ റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാം കേട്ടോ. വേഗം ഉണ്ടാക്കാം. അടിപൊളി കറിയാം കേട്ടോ. രാത്രി ചോറും കഴിക്കേണ്ട ആവശ്യമില്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ സംഭവം പൊളിയും. കാണുമ്പോൾ തന്നെ വഴി വഴി ഓടി നല്ല അടിപൊളി കിഴങ്ങും ചാള കേട്ടോ.